ഇന്നു മുതൽ ഇവിടെ ആരും കുടിക്കാൻ പാടില്ല. 22 വർഷമായിട്ട് ഞാൻ എവിടെയാന്നുള്ളത് ഇവൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. പറഞ്ഞു കൊടുക്കടാ. ജയിലില്. മുരുകാ, അതിലെത്രാമത്തെ പരവളാണ്? 22. ഇനി ഞാൻ നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. നമ്മളെന്നാക്കാനേ ഇവനാരടാ? സ്വന്തം അച്ഛൻ പറഞ്ഞിട്ടേ നന്നായിട്ടില്ല. നീ ഭസ്മിട്ടില്ലല്ലോടാ. വിഷ്ണു, വിഷ്ണു, വിഷ്ണു. എന്തേ? ഒന്നുമില്ല. മാമ പോയിട്ട് വേണ്ട. എന്തീ എന്താ പൊക്കോണം നിന്റെ മാമനെയും കൊണ്ട്? അങ്ങനെ പോകാൻ തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നു നീ എന്താ പറഞ്ഞേ? പറഞ്ഞ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. എന്നൊരു കാര്യം പറയാണ്ട്. അങ്ങേരെ ഒരു സൈക്കോ ആണ്. നീ ഇത് തേക്കാണ് അയാളും കൂടെ വിളിച്ചോണ്ടെന്നേ? ഞാൻ സത്യം പറട്ടെ, പക്ഷെ നിങ്ങൾ എന്നെ ഇടിക്കരുത്. ഇടി ഉറപ്പാ. നീ കാര്യം പറ. മാമനൊരു മോളുണ്ട്, സിനിമാടിയെ പോലെ കാണാൻ. അവളെ കെട്ടണമെങ്കിൽ മാമൻ എങ്ങനെയും ഇമ്പ്രസ് ചെയ്യണോ, അതിനടി കൊടുന്നു. ഇതാണ് എന്റെ ഉദ്ദേശം അല്ലേ? നടക്കില്ല മോനെ, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതേ മോളെ ഒന്ന് കാണും. ചത്താലും കാണിക്കൂല മോനെ, ചത്താലും കാണിക്കൂല. മാമാ കാണിക്ക് കാണിക്ക്. മാമ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാമാ മാമാ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ വരുമ്പോഴേ ഓട്സ് കൊണ്ടുവരണേ. മാമന് രാത്രി ഓട്സ് മതിയെന്ന്. ഓട്സ് കൊണ്ടുവരാൻ പറഞ്ഞു മാമ. മാമ കാല്. ഓ പതുക്കെ പതുക്കെ. പിന്നെ മാമ ഞങ്ങളെ അങ്ങനെ എപ്പോഴും കൊടുക്കുന്ന ആൾക്കാരനല്ല കേട്ടോ അല്ലേ? വല്ലപ്പോഴും ആരെങ്കിലും നിർബന്ധിച്ച അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ രണ്ടാൾ എന്താ ചെയ്യണേ?
ഞങ്ങൾ ഞങ്ങൾ ബാങ്ക് bank എംപ്ലോയീസ് employees മാമ. അപ്പൊ അവനോ വിഷ്ണു? അവന് സത്യം പറഞ്ഞ പണിയൊന്നുമില്ല. ഏയ് ഞങ്ങൾ രണ്ടാളുടെ സഹായത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക. അവൻ ബാങ്ക് മാനേജറാണെന്നോ പറഞ്ഞത്. എനിക്കൊരു മോളുണ്ട്, അത് അവന് കെട്ടിച്ചു കൊടുക്കാന്നാ വിചാരിച്ചു. ഇനിയിപ്പോ നിങ്ങളിൽ രണ്ടാളിൽ ഒരാൾ സെലക്ട് ചെയ്യണം. സന്തോഷം. കുന്തത്തിലെ കുമരനിക്ക് കൊണ്ടാട്ടം അങ്ങേ കുടുംബ